Do you know that 8,764 people die each day globally because of cardiac arrest? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഈ പറഞ്ഞേക്കുന്നത്. 8,764 people die each day due to cardiac arrest because of inactivity and sedentary lifestyle. സോ ഈ റീസൺ കൊണ്ട് ഉണ്ടാകുന്ന കാർഡിയാക് അറസ്റ്റ് പുറത്ത് വന്നതേ ഇല്ല. പക്ഷേ ജിമ്മിൽ ഒരാൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സെൻസേഷണൽ ന്യൂസ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സോ നിങ്ങൾ ഇന്നേ വരെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ല. നിങ്ങൾ ജിമ്മിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് കിട്ടുവാണ്, നിങ്ങൾ ഒരുപാട് കാർഡിയോ ചെയ്യാണ്, ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാണ്. സോ ഇഗ്നോറിങ് ദീസ് കൈൻഡ്സ് ഓഫ് സിംറ്റംസ് ക്യാൻ ആക്ച്വലി കോസ്റ്റ് യുവർ ലൈഫ്. ഇഫ് യു ആർ ഇൻ ദ ജിം ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇതുവരെ മൊത്തത്തിൽ മാറ്റമായിരുന്നു, നിങ്ങൾ ഇന്നേ വരെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പങ്കെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ then make sure that you don't have these kinds of symptoms because this can actually lead to a cardiac stress. So chest discomfort, palpitation, breathlessness, ഒരുപാട് ഫറ്റീഗ് ആവുക, ഇങ്ങനത്തുള്ള സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ബിക്കോസ് ദിസ് മൈറ്റ് ബി എ സിംറ്റം ഓഫ് എ ഏർലി കാർഡിയാക് സ്ട്രെസ്. നിങ്ങളുടെ ഹാർട്ട് ഒരുപാട് സ്ട്രെസ്സിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലത്തെ സിംറ്റംസ് വരുന്നത്. നിങ്ങൾക്ക് ശ്വാസം മുട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ചെസ്റ്റിൽ എന്തോ ഭാരം ഇരിക്കുന്നതൊക്കെ തോന്നാം, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് റാപ്പിഡായിട്ട് കൂടാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തളർച്ച ഉണ്ടാവും. സോ ഇതെല്ലാം നിങ്ങളുടെ ഹാർട്ട് സ്ട്രെസ്സിലേക്ക് പോകുന്നതിൻ്റെ ഒരു സിംറ്റമാണ്. സോ വെൻ യു ആർ ഡൂയിങ് എ വർക്കൗട്ട്, ഇഫ് യു ഹാവ് ദീസ് കൈൻഡ്സ് ഓഫ് കണ്ടീഷൻ, ജസ്റ്റ് ബി വെയർ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ ഓവർ വെയിറ്റ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര കൺസേൺഡ് ആയിട്ട് നിങ്ങൾ ജിമ്മിൽ പോകുന്നു. പക്ഷേ അതിന് മുമ്പ് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ഇൻറ്റേർണൽ ഓർഗൻസ് ആർ സേഫ് ആൻഡ് ഹെൽത്തി. നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ മാത്രം ചെയ്താൽ മതി എങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. ബട്ട് നിങ്ങൾക്ക് ഒരു കാർഡിയക് കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ സിംറ്റമാറ്റിക് അല്ല, നിങ്ങൾക്ക് എസിംറ്റമാറ്റിക് ആയിട്ടൊരു കാർഡിയക് കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഇന്നേ വരെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ബട്ട് ഇതൊന്നും അറിയാതെ നിങ്ങൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. ആക്ച്വലി ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അപ്പം നിങ്ങൾക്കൊരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് നിങ്ങളുടെ ഹാർട്ടിന് താങ്ങാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഹാർട്ട് ഫെയിൽസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾ ഇന്നേ വരെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടില്ല, പങ്കെടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇന്നേ വരെ നിങ്ങളുടെ ഇൻറ്റർണൽ ഓർഗൻ സേഫ് ആണോ അല്ലയോ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ടു ദ ജിം ആൻഡ് ജസ്റ്റ് ടു വർക്കൗട്ട് ബ്ലൈൻഡ്ലി. ബിക്കോസ് നിങ്ങൾക്ക് കാർഡിയാക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ നിങ്ങളുടെ ഹാർട്ടിന് ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർഡിയാക് ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പുതിയ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, പ്രീ വർക്കൗട്ട്സ് പോലത്തെ പുതിയ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, ഇതെല്ലാം കാർഡിയാക് ലോഡ് കൂട്ടും. കാരണം പാൽപിറ്റേഷൻ കൂടും. ചില പ്രീ വർക്കൗട്ട്സിനകത്ത് ബാൻഡ് സബ്സ്റ്റൻസ് ഉണ്ട്. സോ അതെല്ലാം ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടും. സോ ദാറ്റ് മൈറ്റ് ബി എ റീസൺ ഫോർ കാർഡിയാക് അറസ്റ്റ്. സോ തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. നിങ്ങൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ നോർമലി ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ട്രെയിനർ ഉണ്ട്, പക്ഷേ PT എടുക്കാനുള്ള നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അവിടെ എവിടെയും കണ്ടുവച്ചുള്ള അറിവ് വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് യു എ ഹെവി ലോഡ് ടു യുവർ ബോഡി. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ടൈം അറിയില്ല, വർക്കൗട്ട് എത്ര സെറ്റ് ചെയ്യണമെന്ന് അറിയില്ല, എത്ര പുഷ് ചെയ്യണമെന്ന് അറിയില്ല, ഇതൊന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമ്മാ ബ്ലൈൻഡ്ലി വർക്കൗട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആൾസോ ഡേഞ്ചറസ്. ഓക്കെ, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രെയിനറായിട്ട് നോക്കി ചോദിച്ച് മനസ്സിലാക്കുക. ട്രെയിനർ പറഞ്ഞിരുന്നില്ലെന്നുണ്ടെങ്കിൽ ചേഞ്ച് ദ ജിം. ദാറ്റ്സ് ഇറ്റ്. പിന്നുള്ളത് പറഞ്ഞാൽ ലോ ന്യൂട്രീഷണൽ നോളജ് ആണ്. ജസ്റ്റ് ഒന്ന് റിസർച്ച് നടത്തിയാൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് വേണം ഒരു ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം യു ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യുവർ ബോഡി. സോ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല. ഗ്രൂപ്പ് ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ പലർക്കും പല ഏജാണ്, പല വെയിറ്റ് ആണ്, പല കാര്യ കണ്ടീഷൻസ് ഉള്ളവർ അതിനകത്ത് ഉണ്ടാവും. ഇതൊന്നും നിങ്ങളുടെ ഗ്രൂപ്പ് ക്ലാസ് ചെയ്യുന്ന ട്രെയിനർ അറിയുന്നുണ്ടാവില്ല. അവർ വർക്കൗട്ട് ചെയ്യിപ്പിക്കും, ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ക്രോസ് ഫിറ്റ്, HRX, എയറോബിക്സ്, സൂംബ, ഇങ്ങനത്തുള്ള പല വർക്കൗട്ടും ചെയ്യിപ്പിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ടൈം കൊടുത്തിരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക. ബിക്കോസ് ഒരുപാട് ഹൈ ഇൻറ്റൻസീവ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്റർണൽ ബ്ലീഡിങ് വരെ ഉണ്ടാവുന്ന ചാൻസസ് കൊണ്ട് നിങ്ങളുടെ യൂറിനകത്ത് ബ്ലീഡ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ ഡേഞ്ചറസ്. സോ ഗോ ടു ദ ഡോക്ടർ. പിന്നെ നിങ്ങൾ ന്യൂസിനകത്ത് കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേര് ജിമ്മിൽ മരിച്ചു വരുന്നത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ റീസൺസ് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് പറയാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബാൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് ആൾസോ എ റീസൺ. സോ ഡെയിലി ഓൾമോസ്റ്റ് 8,000 പീപ്പിൾ മരിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ഗ്ലോബലി ഇൻ എ ഡേ. അത് ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും കൊണ്ടും മാത്രമാണ്. പിന്നെ ഒരു ഷോക്കിംഗ് ന്യൂസും കൂടിയുണ്ട്. 31 മില്യൺ പീപ്പിളാണ് ഡയബറ്റീസുമായിട്ട് ഈ ഒരു ഇന്ത്യയിൽ മാത്രം ഡയഗ്നോസ് ചെയ്തേക്കുന്നത്. പുതിയ കേസസ് ആഫ്റ്റർ 2019 to 2021 മാത്രം 31 മില്യൺ പീപ്പിൾ. അതിൻ്റെ റീസൺസ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചു. കൊറോണയ്ക്ക് ശേഷം 31 മില്യൺ പീപ്പിളിലേക്കാണ് പുതിയ ഡയബറ്റീസ് കേസസ് സ്പൈക്ക് അപ്പ് ചെയ്തിരിക്കുന്നത്.
ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ ദ ലൈഫ് സ്റ്റൈൽ. ആൾക്കാർ ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു, ഫുഡിലെ കൾച്ചർ ചേഞ്ച് ചെയ്തു, എല്ലാം ചേഞ്ച് ചെയ്തു. ഇന്നാക്ടിവിറ്റിയാണ്, ജങ്ക് ഫുഡ്സാണ് ഇപ്പോൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ലൈഫ് സ്റ്റൈൽ നോക്കുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു ആർ വർക്കിംഗ് ഫോർ 7 days or 6 days or 5 days or 3 days, ഇഫ് യു ആർ ഈറ്റിംഗ് യുവർ ഫുഡ് പ്രോപ്പർലി, ദാറ്റ് ഈസ് ഫൈൻ. നിങ്ങൾക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇഫ് യു ഹാവൻ ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ബട്ട് യു ആർ കണ്ടിന്യൂയിങ് യുവർ ഫുഡ് കൾച്ചർ ലൈക്ക് ദിസ്, ദെൻ ദാറ്റ് ഈസ് എ പ്രോബ്ലം. സോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ വിശ്വസിക്കത്തില്ല, ബട്ട് ഇത് പുറത്ത് വരത്തില്ല ഗൈസ്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫാർമ കമ്പനീസിന് ഉണ്ടാവേണ്ട ലാഭം ഉണ്ടാകത്തില്ല. ഞാനും ഒരു ഫാർമ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ദാറ്റ് ഈസ് ഹൗ ദി സൊസൈറ്റി ഈസ് ഗോയിങ്. പേഷ്യൻസിനെ കൂടുതലും ഉണ്ടാകുന്നത് ആർക്കാണ് ലാഭം? ജസ്റ്റ് ആസ്ക് വൈ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ദാറ്റ്സ് ഇറ്റ്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. സീ യു ദെൻ.